എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്. കാണാതെയാകുമ്പം കനകയ്ക്ക് ടെൻഷനാകും. അത് ഗോവിന്ദനോട് പറയുമ്പം നീ ടെൻഷൻ അടിക്കാതിരിക്കുക, അവളിപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നന്ദു വരുന്നുണ്ട്. അപ്പം നന്ദു വരുന്നതേ കനക ചോദിക്കും, നീ എന്താ ഇത്രയും താമസിച്ചത്, മേടിക്കാനുള്ള സാധനമൊക്കെ മേടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പം എനിക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വന്നു, SI ആകുന്നതിന് മുന്നേ എന്ന് പറയും. അന്നേരം കനക ചോദിക്കും, അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അമ്മ വഴി വെച്ച് ഒരുത്തൻ ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറുന്നത് കാണേണ്ടി വന്നു, അവൻ്റെ രണ്ട് പൊട്ടിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കനക ചോദിക്കും, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുതെന്ന്. ഇപ്പോഴത്തെ മനുഷ്യരുടെ കാര്യം എന്താണ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സ്ഥിതിക്ക് നീ എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാൻ പോയതെന്ന് ചോദിച്ച് വഴക്ക് പറയുക കനക. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ചില സമയത്ത് എന്നെ പോലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ പൊതുമധ്യത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് മോശമായിട്ട് അവൻ പെരുമാറി, അതെങ്ങനെയാ അച്ഛാ കണ്ടുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, അവനൊരു ചീത്ത മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറില്ലല്ലോ, എല്ലാവരും നോക്കി നിൽക്കേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ മോളെ എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും വഴക്ക് പറയണ്ടല്ലോ എന്നോർത്ത് കനക പറയും, എങ്കിൽ ശരി നീ മേടിക്കാനുള്ളതൊക്കെ മേടിച്ചോന്ന് ചോദിക്കുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, പിന്നെ നനയിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം, പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ മേടിച്ചോളാം ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോകുകയും കനക ദേഷ്യപ്പെട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇതാണ് ഇവള് കാക്കിയിടുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാകുന്നത്, എന്ത് കണ്ടാലും ചാടി കയറി അങ്ങ് പ്രതികരിക്കും, തെറ്റ് ചെയ്തവരെ വെറുതെ വിടത്തില്ല, അടിച്ച് തന്നെ തീർക്കും, ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന് കനകയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനെ കിടക്കുക കേട്ടോ. നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നവ്യ. എന്നിട്ട് നിനക്ക് കുറഞ്ഞില്ലേ നയനെ ഇതുവരെ എന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ തുളസിയിലിട്ടൊന്ന് ആവി പിടിച്ചപ്പം സെറ്റായി, കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം നവ്യ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ചോദിക്കും, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എങ്ങോട്ട് പോകുക എന്ന് ചോദിക്കുമ്പം ഞാനൊന്ന് പുറത്ത് പോകുവാണ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അവനോട് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് പറയുമ്പം നയന പറയും, ഈ വയ്യാതിരിക്കുന്ന ചേച്ചി തനിച്ച് പോകാനോ എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരമില്ല എന്ന് പറയും. അന്നേരം നയന പറയും, എനിക്ക് ചേച്ചി തനിയെ പോകണ്ട, ഞാനും വരാം എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ അമ്മായിമ്മ സമ്മതിക്കുമോ, നേരത്തെ ഒന്ന് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, നാളെയല്ലേ അവൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നേ, അതിനു മുമ്പ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണ്ടേ, അതുപോലെ ഒരുമിച്ചിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണ്ടേ, അതിന് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിൻ്റെ അമ്മായിമ്മ സമ്മതിക്കുമോ, നേരത്തെ പോകണമെന്ന് പറഞ്ഞ് നീ ഇറങ്ങി പോയതല്ലായിരുന്നു ആദർശൻ്റെ കൂടെ, എന്നിട്ട് അവർ സമ്മതിക്കഞ്ഞിട്ടല്ലേ നീ തിരിച്ച് കയറി പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മയ്ക്കും അറിയാലോ നന്ദു ട്രെയിനിങ്ങിന് പോവാന്ന്, അതുകൊണ്ട് സമ്മതിക്കുമായിരിക്കും, ഏതായാലും ചേച്ചി നന്ദുവിനെ വിളിച്ച് പറ അവളോടുകൂടെ ഷോപ്പിങ്ങിന് വരാൻ, നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി ഭക്ഷണമൊക്കെ ഒരുമിച്ച് എവിടുന്നേലും കഴിക്കാമെന്ന് പറയുവാണ്. എന്നിട്ട് നയന റെഡിയാകാൻ പോകുന്നു. രണ്ടുപേരൂടെ റെഡിയായിട്ട് ഇറങ്ങി വരുമ്പം ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ദേവയാനി. അന്നേരം നയന പറയുന്നുണ്ട്, അയ്യോ ചേച്ചി അമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നിങ്ങനെ പേടിച്ച് പറയുക. അന്നേരം നവ്യ പറയും, സാരമില്ല നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ ഇറങ്ങി ചെല്ലും. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, രണ്ടുപേരൂടെ എങ്ങോട്ടാ എന്ന്. അന്നേരം നയന പറയും, നാളെയാണ് നന്ദു പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അതിന് ഞങ്ങൾ രണ്ടുപേരോട് പോകുമായിരുന്നു എന്ന് പറയും. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് തീരെ പറ്റിയില്ല, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞതല്ലായിരുന്നോ, എന്ത് ആ പറഞ്ഞതൊക്കെ നുണയായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, അല്ല തലവേദന ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ തന്ന തുളസിയില ഇട്ട് ഞാൻ ആവി പിടിച്ചപ്പം എനിക്ക് മാറി, അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വെച്ചത് എന്ന് പറയും. അന്നേരവും ദേവേനി ചോദിക്കുന്നത്, വയ്യാത്ത നീ തന്നെ പോകണമെന്നുണ്ടോ, അതോ നീ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതാണോ എന്ന് നവ്യോട് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതൊന്നും അല്ല അമ്മായി എന്ന് നവ്യ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ അനിയത്തി ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവളെ കാണണം, അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്, നല്ല കാര്യമാണ്, ഞാൻ അതിനെ എതിർക്കുന്നുമില്ല, പക്ഷെ വയ്യാത്ത നീ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് പറയും. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണല്ലോ നയന. അന്നേരം ദേവേന പറയുന്നുണ്ട്, രണ്ടുപേരോട് പൊയ്ക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും തിരിച്ചിങ്ങോട്ട് വന്നേക്കണം, എൻ്റെ സ്വഭാവം മാറ്റിയേക്കരുത്, അതുപോലെ ആദർശിനെയും വേദനിപ്പിക്കാൻ വേണ്ടി നിന്നേക്കരുത്, അവനെ ശല്യപ്പെടുത്താൻ നിന്നേക്കരുത് എന്ന് പറയും. ഇല്ലമ്മ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്നോളാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് അവിടെ നിന്ന് പോവാം കേട്ടോ. പോകുമ്പം ദേവേന് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം അവിടെ നിന്നോളം പറയായിരുന്നു, അവർക്ക് ആഗ്രഹം കാണുമായിരിക്കും എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. ഏതായാലും അങ്ങ് ഇറങ്ങി പോരുന്നതിനിടയ്ക്ക് നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നീ നിന്നു എന്ന് കരുതി ആദർശന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം നയന പറയും, ആദർശന് പ്രശ്നമൊന്നും കാണിയല്ല എന്ന് പറയും. പിന്നെ നിൻ്റെ അമ്മായിമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം, അവരെന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അവർക്ക് ഒരേ ഒരു വിചാരമുള്ളൂ, നീ ഒരിക്കലും സന്തോഷിക്കരുത്, അതിനുവേണ്ടി അവരിതൊക്കെ ചെയ്യുന്നത് എന്ന് നവ്യ പറയുമ്പം
പറയുമ്പം നയന മനസ്സിലോർക്കുക, അതൊന്നുമല്ല ചേച്ചി, ഈ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചു തുടങ്ങി, അതിലേക്ക് താമസിക്കാതെ ഞാൻ എത്തും എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം നവ്യ പറയും, ദേ നോക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയും, ഇനി ഇവിടെ നിൽക്കണ്ട, മനസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോരുവാണ്. ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദേവയാനി. പിന്നെ കാണിക്കുന്നത് 3 പേരോട് കൂടി ഷോപ്പിംഗ് നടത്തുവാണ്. സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നവ്യയും നയനയും എല്ലാവരുടെ. അന്നേരം ഒരുപാടൊന്നും വേണ്ട കേട്ടോ എന്ന് നന്ദു പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, നിനക്ക് അവിടെ ഇടാൻ എല്ലാ ദിവസവും എത്ര ഡ്രസ്സ് വേണോ അത്രയും എടുത്തു തരാം, അതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും. ഓ, അത്രയൊന്നും വേണ്ട എന്ന് പറയുമ്പം അത്രയൊക്കെ വേണം, എനിക്ക് ഏതായാലും നല്ല ശമ്പളം തരുന്നുണ്ട് ആദർശേട്ടൻ, ആ പൈസയൊന്നും ആദർശേട്ടൻ എടുക്കില്ല, അച്ഛനെ സഹായിക്കാമെന്ന് വെച്ചാൽ അച്ഛനും വേണ്ട, പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കണ്ടേ മോളെ എന്നാണ് നയന നന്ദുവിനോട് ചോദിക്കുന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അച്ഛൻ മേടിക്കാത്തതിന് കാരണമുണ്ട്, ഇപ്പം തന്നെ വലിയൊരു വീടാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്തത്, അതുപോലെ ബാങ്കിലെ കടങ്ങളും എല്ലാം വീട്ടി, ഇനിയും അവിടുന്ന് സഹായം സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ ചേച്ചി എന്ന് നന്ദു പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ആദർശേട്ടൻ ചെയ്തു എന്ന് അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞത്, അപ്പോൾ ആദർശേട്ടൻ അതും കേട്ടില്ല എന്ന് പറയും. ഏതായാലും അവർ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പൈസയൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങുവാണ്. പിന്നെ അടുത്തത് അവർക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് ട്രെയിനിങ്ങിന് പോകുന്ന സമയം അടുക്കും തോറും ഒരു വിഷമം, പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നുവാണ് എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, അത് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടാണ്, അവിടെ ചെല്ലുമ്പോഴും നിനക്കിത് വേണ്ടാന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാകും മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവരവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നയന പറയുന്നുണ്ട്, കുഞ്ഞിലെ നിനക്ക് ഞാനാട്ടോ ഫുഡൊക്കെ വാരി തന്നുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഓ എസ് സി ആകുന്നതിന് മുമ്പ് നിന്നെ സോപ്പിടാനാണ് അവൾ നോക്കുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഓ അങ്ങനെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല, ഒരു എസ് ഐക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിന് ശമ്പളത്തിൻ്റെ കാര്യം ആരാ ഇവിടെ പറഞ്ഞത്, അവളെ എസ് ഐ ആയി കഴിയുമ്പം ആ രീതിയിൽ ഒന്ന് സോപ്പിട്ട് നിർത്തുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെയും പറയേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും സോപ്പിട്ട് നിൽക്കുന്ന ചേച്ചിയിലെ എസ് ഐ ആയി കഴിയുമ്പോൾ അവളെ കൊണ്ട് ചിലരെ ഒന്ന് മര്യാദ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് എന്ന് നയന ചോദിക്കും. അന്നേരം മര്യാദ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ആരെയല്ലല്ലോ, എൻ്റെ അമ്മായിമ്മയും ഭർത്താവിനെയല്ലേ, അവർക്കത് ആവശ്യമാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്നേ, നിങ്ങൾ പേടിക്കണ്ട എന്ന് നന്ദുവും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, ശരിക്കും മര്യാദ പഠിപ്പിക്കേണ്ടത് ആ അനാമിക അവളുടെ അച്ഛനെയും അമ്മയാണ്, അതുങ്ങളാണ് ശരിയല്ലാത്തത് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അവൾ ശരിയല്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു, ശരിക്കും അവൾ കാരണമാണ് ഇവളുടെ അമ്മായിമ്മ ആശുപത്രിയിലായത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഇതിനു മുമ്പ് അവൾക്കൊരു നെക്ലേസും കുറച്ച് സ്വർണവും കൊടുത്തായിരുന്നു അമ്മ, അതിൽ നിന്നൊരു മാല കാണാതെ പോയി, ആ കേസും ആരും അന്വേഷിച്ചിട്ടൊന്നുമില്ല, പറ്റുവാണെങ്കിൽ അതെല്ലാം ഒന്ന് കുത്തിപ്പൊക്കി എടുക്കണമെന്ന് നയന പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ, ഞാൻ എസ് ഐ ആയിട്ട് വരട്ടെ, നമുക്കിതിനെല്ലാം ഒരു പരിഹാരം കാണാം എന്ന് പറയും. അത് കഴിഞ്ഞ് അവരവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ഇവർ ഇറങ്ങുന്നതേ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരും. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നീ ട്രെയിനിങ്ങിന് നാളെ പോകുന്നു എന്ന് അറിഞ്ഞ് ഇന്നേ മണം പിടിച്ച് വന്നതാണോ ഈ പോലീസ് എന്ന് ചോദിക്കുമ്പോൾ, അവർ വേറെ എന്തിനെങ്കിലും വന്നതായിരിക്കും എന്ന് നന്ദുവും പറയുന്നുണ്ട്. ഇവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എസ് ഐ, ഇതിൽ ആരാണ് നന്ദു എന്ന് ചോദിക്കും. അപ്പം ഞാനാണ് എന്ന് പറയുമ്പം, എങ്കിൽ കുട്ടി ഒന്ന് ജീപ്പിലോട്ട് കയറണം എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് തെറ്റാ ചെയ്തേ സാറേ, എന്താണെങ്കിലും കാര്യം പറ എന്ന് പറയും. അന്നേരം ഏതായാലും നിങ്ങളുടെ ജീവിത പശ്ചാത്തലമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കേണ്ട, മോളേതായാലും വണ്ടിയിലേക്ക് കയറാം, നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാമെന്ന് എസ് ഐ പറയും. അന്നേരം നന്ദും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ സാറേ, പിന്നെ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യം പറയുന്നുണ്ട്, ഇവൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യുകയില്ല, നാളെ ഇവൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം എസ് ഐ പറയുന്നുണ്ട്, അപ്പം പോലീസ് ടെസ്റ്റൊക്കെ പാസ്സായ ആളല്ലേ, അപ്പോൾ വിവരമില്ലാത്ത പെൺകുട്ടി, ഓർമ്മയില്ലാത്ത പെൺകുട്ടിയൊന്നും അല്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി എന്താ തെറ്റ് ചെയ്തത് എന്ന്. ഏതായാലും ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, വണ്ടിയിലേക്ക് കയറുക, നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറയും. അന്നേരം പറഞ്ഞിട്ട് പോയാൽ മതി സാറേ, അവളെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ നയനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എസ് ഐ നന്ദുവിനോട് പറയുന്നുണ്ട്, നാളെ എസ് ഐ ആകാനുള്ള പെൺകുട്ടിയല്ലേ, അപ്പം കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ, അപ്പം നിയമത്തിന് വഴിയാണ് നടക്കേണ്ടത്, അതറിയാവുന്ന ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയും, ഞാൻ ഏതായാലും ഇവരുടെ കൂടെ പോയിട്ട് പൊക്കോളാം ചേച്ചി, ഏതായാലും ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ട അവസ്ഥ വരികയില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കൂട്ടിക്കോളാം എന്ന് പറഞ്ഞ് നന്ദു പോലീസിൻ്റെ വണ്ടിയിലേക്ക് കയറി അവർ കൊണ്ടുപോവുകയും ചെയ്യും. പോകുന്നതിന് മുമ്പ് എസ് ഐ പറയുന്നുണ്ട്, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടു, അതായിരിക്കും നല്ലത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ആകെ വിഷമിച്ച് നിൽക്കുവാണ് നയനയും നവ്യയും കൂടെ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇത് അവളെ പെടുത്താൻ വേണ്ടി ആരോ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്ന്. അവൾക്ക് നാളെ പോകേണ്ടതല്ലായിരുന്നു ചേച്ചി ട്രെയിനിങ്ങിന് എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന നയനയും നവ്യയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.